എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ, മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. കിനാവായി തോന്നിയോ നിലാവിൻ കൂട്ടിലെ ദിനങ്ങൾ, പാതിരാവുകൾ മായുമ്പോഴും തനിച്ചേ വാടുമീ മനസ്സിൻ ചില്ലയിൽ തുടുക്കും ചായമേകിയോ എന്നാദ്യമാ. പൂങ്കാറ്റിൻ്റെ ഈ താരാട്ടിലലിയാൻ വന്നിടാ, ഈറൻവെയിൽ പൂക്കുന്ന വഴിയിൽ നിന്നിടാ. അരുതേ കനവേ ഇനി മായരുതേ. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ, മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ. ത്തോളം കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളോ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളോ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിക്കാൻ എന്തുള്ളോ യോഗ്യത നിന്നുണ്ട്. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിക്കാൻ എന്തുള്ളൂ യോഗ്യത നിന്നുണ്ട്. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിക്കാൻ
ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായ എല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. വാക്തത്വങ്ങളെ വിശ്വസനും വാക്കുമാറാത്തതുമായ നല്ല കാര്യസ്ഥനായ ഞങ്ങളോട് ഞങ്ങളെ ശക്തി ത്രിയേക ദൈവത്തിന് നന്ദിയുടെ സ്വന്തം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൻ്റെയും മധ്യാഹ്ന സമയത്തോടടുക്കുമ്പോൾ എൻ്റെ കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കൂടി വരുവാൻ്റെ കൊള്ളണം ഒരവസരം കൂടി ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്നത്തെ ദിവസത്തിൻ്റെ ഫലിതം നീ അറിയുന്നുണ്ടല്ലോ കർത്താവ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ഞങ്ങൾക്ക് തന്നു. പ്രഭാതം മുതൽ ഈ സമയം വരെ നിങ്ങളെ ഉള്ള കാര്യങ്ങളിൽ കാത്തു സൂക്ഷിക്കും കർത്താവേ. ഇന്ന് കാലത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കൂടി വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ ഒരവസരം കൂടി നീ ഞങ്ങൾക്ക് ദാനമായി തന്നതിനാണ് സ്തോത്രം ചെയ്യുന്നു. ആവശ്യങ്ങളെല്ലാം നീ അറിയുന്നുണ്ടല്ലോ കർത്താവേ. നമുക്ക് കുടുംബത്തിൽ ഒരു കുഞ്ഞു ആവേ കൂടെ കർത്താവേ ഞങ്ങൾക്ക് തന്നു കർത്താവേ. കുഞ്ഞിൻ്റെ മാമോദീസ കർത്താവേ നടക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ അനുഭവത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവേ നിൻ്റെ കുഞ്ഞിനെ ഈ മാറ്റിയെടുക്കുന്നതിനാണ് സ്തോത്രം കർത്താവേ. പാപത്തിൻ്റെ എല്ലാ അവസ്ഥയിൽ നിന്നും വിടുവിച്ച് കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൻ്റെ കുഞ്ഞിനെ നിരക്കുവാൻ തക്കവണ്ണം സ്നാനം നിൻ്റെ കുഞ്ഞിനെ ശരിയാക്കുന്നതിന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങളെയും എല്ലാവരും നിൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ജീവനെയും കർത്താവിനെയും ഏമായ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മകനെ കർത്താവെ കൊണ്ടിരിക്കുന്ന ആ ഏമായ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഭാഷയെ അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും സമയം കർത്താവെ നിന്റെ രൂപ സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇതൊന്നും ഞങ്ങളുടെ നേട്ടങ്ങൾ തന്നെ കർത്താവ് ഞങ്ങളുടെ ശക്തിയുള്ള ബലം കൊണ്ട് നേടുന്നതല്ല. എല്ലാവരുടെ ധാരണ തന്നത് കർത്താവെ. ഇതിന് കർത്താവെ കുഞ്ഞിനെ നിന്റെ ഉള്ള കാര്യങ്ങളിൽ കാത്തു സൂക്ഷിച്ച് എല്ലാം ഭംഗിയായി കർത്താവെ മുഖനായി വളർന്നു വരുവാൻ തോന്നണം. എൻ്റെ കുഞ്ഞിനെ നീ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. മാതാവിനെ കർത്താവിനെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ കർത്താവെ ദൈവവചനത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് കുഞ്ഞിനെ നിറയുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവത്തെ ആക്കണമേ. നടക്കുന്ന സ്നാനത്തെ അനുഗ്രഹിക്കുന്നു കർത്താവെ. കർത്താവെ എൻ്റെ കർമ്മങ്ങളിലേക്ക് എല്ലാവരുടെ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ കുഞ്ഞിനെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം യാതനായ കുട്ടിയുടെ കൃപയെ ആശ്വസിപ്പിക്കുന്ന പരിശോധനയുടെ സംബന്ധിച്ച സഹവാസം ോടെ പറഞ്ഞോടുകൂടെ മാനോടുകൂടെ ദാസിനോടുകൂടെ അവർക്ക് ദാനമായി കൊടുത്ത കൈതങ്ങളോടുകൂടെ കൈകൊണ്ട് നടക്കുന്ന സ്നാനത്തോടുകൂടെ എപ്പോഴും അന്യയിലും പറഞ്ഞു വരുന്നത്
ഈ വിശുദ്ധാലയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നതിന് ദൈവത്തിന്റെ കൃപയെ അനുഗ്രഹം ലഭിച്ചു. പല സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ട് വരുവാൻ നിങ്ങളോട് ഞങ്ങളെ സഹായിച്ചത്. ഞങ്ങളെ ഏത് പ്രത്യേക ആവശ്യമായ ദിവസങ്ങളിൽ കൂടി വന്നിരിക്കുന്നുണ്ടെന്ന് അറിയുന്നു. പ്രിയ ഭവനത്തിന് ദൈവം ദാനം ചെയ്ത പൈതലിനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയും പ്രതിഷ്ഠിക്കുകയും തിരുസഭയുടെ അംഗമാക്കി തീർക്കുകയും ചെയ്യുന്ന ഈ ബപ്തിസ്മ ശുശ്രൂഷയോട് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്നവർക്ക് നൽകുന്ന വൈദികരെ അനുഗ്രഹിക്കണമേ. പൈതലിനെയും പൈതൽ വളരുവാനുള്ള ഭവനത്തെയും മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ഇന്ന് ഞാൻ മാതാപിതാക്കളായി പേര് പറയപ്പെട്ടവരെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷയിൽ ആദ്യയോടൊപ്പം സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. കർത്താവിന്റെ നാമത്തിൽ സ്തുതിക്കായി ഞാൻ കീർത്തനങ്ങൾ 209 പാട്ട് നമുക്ക് പാടാം. സർവശക്തനേ
13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവൻ പറയുന്നത് ചില ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു ശിശുമാരോ അവരെ ശാസിച്ചു. യേശു അവരോട്, ശിശുക്കളെ എന്റെ അടുത്ത് വരുവാൻ വേണ്ടി അവരെ തടയരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുള്ളവരോ. ദൈവരാജ്യത്തെ ശിശുക്കളാലും ഒരു നാളും അത് കടക്കയില്ല എന്ന് സത്യമായിട്ട് നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞു. ശരിയാണെന്നായ ആവശ്യം നമ്മളുടെ കൈ കുറിച്ച് അവരെ സഹായകനായിരിക്കുന്ന ഡോക്ടർ ഇവിടെ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ CSI സഭയെ സംബന്ധിച്ച് 2 സാക്രമെന്റുകളാണ് നമുക്കുള്ളത്. അവ സ്നാനവും ശുശ്രൂഷയുമാണ്. സാക്രമെന്റ് എന്നാൽ എന്ത് എന്ന് ഇവിടെ കൺഫർമേഷൻ സമയത്ത് സ്ത്രീകളുടെ ശുശ്രൂഷ സമയത്ത് നാം പഠിച്ചിട്ടുണ്ട്. ആകെ നാം പറഞ്ഞിരുന്ന പേര് പുറമെയുള്ള അടയാളമാണ് സാക്രമെന്റ്. ഈ ബപ്റ്റിസ്മൽ സാക്രമെന്റ് നാം വെള്ളത്താൽ പരിശുദ്ധമാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാക്രമെന്റാണ്. ഈ സാക്രമെന്റിലൂടെ സ്നാനപ്പെടുന്ന ആൾ ഇന്ന് ദൈവം പ്രധാനമായി നൽകിയ ഈ വഴി ദൈവമായി അഴിവില്ലാത്ത ശാശ്വതമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് നാം പൂർണ്ണമായി വിശ്വസിക്കുന്നത്. 4 പേർ ചൂന്നുകൊണ്ട് ഒരു പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശു അവരെ സൗഖ്യമാക്കിയതിനെ പറ്റി സുവിശേഷകൻ വിവരിക്കുമ്പോൾ വിശുദ്ധ മാർക്കോസ് പറയുകയാണ്, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ നൽകിയതിന് ശേഷമാണ് ശാരീരിക സൗഖ്യം യേശു നൽകിയത്. അന്ന് പക്ഷപാതക്കാരനെ കർത്താവിന്റെ മുന്നിൽ കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ് അതിന് കാരണമായത്. മറ്റന്നാൾ ഇന്ന് സ്നാനം കഴിപ്പിക്കുന്ന കുഞ്ഞിന് 3 വയസ്സ് പൂർത്തിയാവുകയാണ്. എന്നാൽ ഈ പ്രായം ആയിരുന്നാലും യേശുക്രിസ്തുവിനെ രക്ഷിതാവെന്ന് സാക്ഷിക്കുവാൻ ഈ ശിശുവിനോ മറ്റ് പൈതങ്ങൾക്കോ കഴിയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ മാതാപിതാക്കളുടെയും ജ്ഞാനമാതാപിതാക്കളുടെയും വിശ്വാസമാണ് ഈ പൈതലിന് അല്ലെങ്കിൽ സ്നാനപ്പെടുന്ന മറ്റ് ശിശുക്കൾക്ക് കർത്താവിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതിനുള്ള അടിസ്ഥാനം. രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനം മാത്രമാണ്. അത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയ്ക്ക് കുഞ്ഞുങ്ങൾ അർഹരാണ്. കുഞ്ഞുങ്ങൾ ദൈവകൃപയ്ക്ക് പുറത്തുള്ളവരാണ് എന്ന് പഠിപ്പിക്കുക ശരിയായ ഒരു പഠിപ്പിക്കലല്ല. അതുകൊണ്ട് ശിശുക്കൾക്ക് സ്നാനം നൽകി തിരുസഭയുടെ അംഗമാക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമാക്കുന്ന ആ ശുശ്രൂഷ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളത് സഭ പുരാതനമായി ആദരിച്ചിരുന്ന ഒരു ആചാരവുമാണ്. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് 4:4-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്നാനം ഒന്നേ ഉള്ളൂ, വളരെ അസന്നിഗ്ധമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. കൂടാതെ ആഴ്ചകളിൽ ഉപയോഗിക്കുന്ന വിശ്വാസമാണ്. ഇനി നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്ന വിശ്വാസപ്രമാണത്തിൽ പാപമോചനത്തിലുള്ള ഏക ബപ്തിസ്മ ഞാൻ അനുസരിക്കുന്നുവെന്ന് നാം പ്രഖ്യാപിക്കുക. ഏക ബപ്തിസ്മ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്ന ഒരു സക്രമമാണ് വിശുദ്ധ ബപ്തിസ്മ, വിശുദ്ധ സ്നാനം എന്ന് നാം മനസ്സിലാക്കണം. അത് പോരായ്മയുള്ളതാണ് എന്ന് നാം വിചാരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വാദിക്കുന്നുവെങ്കിൽ അത് ദൈവത്തെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടെന്നാൽ നാം ദൈവവുമായി ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുക. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്
നേരത്തെ ഞാൻ ഓർമ്മിച്ചു. അത് ശിശുക്കൾക്ക് ദൈവം നൽകുകയില്ല എന്ന് ഉപദേശിക്കുന്നത് വേദവിപരീതമാണ്. അതുകൊണ്ട് ദൈവത്തെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അത് പാപമാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ സ്നാന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ എല്ലാം എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം മാതാപിതാക്കളും ഞാൻ ചോദിക്കുന്നു, ഈ പൈതലിന് മുമ്പേ സ്നാനം നൽകിയിട്ടുണ്ടോ? ക്രിസ്തുവേശുവിൽ പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യരും ജനനം മുതൽ തന്നെ പാപത്തിലേക്ക് ചായ്വുള്ളവരാണ്. എങ്കിലും സ്നേഹവാനായ ദൈവം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. വെള്ളത്താലും പരിശുദ്ധാത്മാവിനാലും പുതുതായി ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു അരുളി ചെയ്തിരിക്കുന്നു. ആയതിനാൽ ഈ പൈതലിന് പ്രകൃതിയാൽ ഉണ്ടാക്കുവാൻ കഴിയാത്തതിനെ ദൈവം തന്റെ ധാരാളമായ കൃപ കൊണ്ട് നൽകണമെന്നും ഇവൻ വെള്ളത്താലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെട്ട് മിശിഹായുടെ തിരുസഭയിലേക്ക് കൈക്കൊള്ളപ്പെട്ട് ഇതിന്റെ ജീവനുള്ള അവയവമായി തീരണമെന്നും നമ്മുടെ കർത്താവായ യേശു മിശിഹാ മൂലം പിതാവായ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. പ്രാർത്ഥന നിങ്ങളെല്ലാം ചേർത്ത് നിങ്ങൾ വിശുദ്ധ സ്നാനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ പൈതലിനെ ക്രിസ്തീയ വിശ്വാസത്തിലും സുഹൃത്തുക്കളിലും വളർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവോ? പ്രിയപ്പെട്ടവരെ, വ്യക്തിസ്മയ്ക്കായി ഈ പൈതലിനെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇവനെ കൈക്കൊള്ളുവാനും ഇവനെ വെടിപ്പാക്കുവാനും ശുദ്ധീകരിക്കുവാനും നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് നിങ്ങൾ അപേക്ഷിച്ചുവല്ലോ. നിങ്ങൾ അപേക്ഷിച്ച കാര്യങ്ങളൊക്കെ തരുമെന്ന് നമ്മുടെ കർത്താവ് തന്റെ സുവിശേഷത്തിൽ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്തം അവൻ തന്റെ പക്ഷത്ത് നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കും. നിങ്ങളുടെ പക്ഷത്തിൽ ശിശുവിന്റെ പേർക്ക് 3 കാര്യങ്ങൾ പരമൽക്കണം. ഒന്നാമത്, ഇവൻ പിശാചിനെ അവന്റെ സകല പ്രവൃത്തികളെ ഉപേക്ഷിക്കുമെന്നും. രണ്ടാമത്, ഇവൻ ദൈവത്തിന്റെ പരിശുദ്ധ വചനം ഇടപെടാതെ വിശ്വസിക്കുമെന്നും. മൂന്നാമത്, ഇവൻ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരണത്തോടെ പ്രമാണിക്കുന്നു. ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ പൈതലിന്റെ പേർക്ക് പിതാവും പിശാചിനെയും അവന്റെ സകല പ്രവർത്തികളെയും ലോകത്തിന്റെ മായയായുള്ള കോലാഹലത്തെയും മഹത്വത്തെയും ആയതിന്റെ സകല ദുരാഗ്രഹങ്ങളെയും ജഡത്തിന്റെ പാപമോഹങ്ങളെ അനുസരിച്ച് നടക്കുകയോ അവയാൽ നടത്തപ്പെടുകയോ ചെയ്തവണ്ണം ഉപേക്ഷിക്കുന്നുവോ? നിങ്ങൾ ഈ പൈതലിന്റെ പേർക്ക് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പറയുന്നുവോ? നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്യങ്ങൾ. സർവശക്തിയുള്ള പിതാവായ കഷ്ടപ്പെട്ട് കുരിശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു സ്വർഗത്തിലേക്ക് സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും
വിശുദ്ധഹിതവും കൽപ്പനകളും അനുസരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നുവോ? നിങ്ങൾ ഈ പൈതലിന്റെ പേർക്ക് ബപ്തിസ്മം ആവശ്യപ്പെടുന്നുവോ? നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഈ പൈതലിൽ പുതിയ മനുഷ്യൻ ഉയർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഇവനിലുള്ള പഴയ ആദാം കുഴിച്ചിടപ്പെടേണ്ടതിന് കൃപ അരുളണമേ. ഇവനിൽ ജഡത്തിന്റെ ദുർബോധങ്ങളൊക്കെയും മരിക്കേണ്ടതിനും ആത്മാവിലുള്ള കാര്യങ്ങളൊക്കെയും ജീവിച്ചു വളരേണ്ടതിനും കൃപ അരുളണമേ. പിശാചിനെയും ലോകത്തെയും ജഡത്തെയും ജയിച്ചോത്സവം കൊള്ളുവാനും ബലം ശക്തി ഉണ്ടാകേണ്ടതിന് കൃപ അരുളണമേ. കലാവസരം കൂടാതെ ജീവിച്ച സകലത്തെയും ഭരിക്കുന്നവനായി വാഴ്ത്തപ്പെട്ട കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്ഥാനം കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെടുന്ന എല്ലാവരും നിന്റെ കരുണയാൽ സൗഖ്യാനുഗ്രഹങ്ങൾ ധരിച്ചവരായി തീർന്ന് നിത്യമായ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് കൃപ അരുളണമേ. സ്തോത്രം ചെയ്യാം. സർവശക്തനായ നിത്യദൈവമേ, നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ന്യായം ഞങ്ങൾ ചെയ്യണമെന്ന മുറകളാകുന്നു. എന്നാൽ നിന്റെ മഹാവാത്സല്യപുത്രനായ യേശു മശിഹ ഞങ്ങളുടെ പാപമോചനത്തിനായി ദൈവത്തെ ഏറ്റവും വിലാപത്ത് നിന്ന് വെള്ളവും രക്തവും ചൊരിയുകയും അവന്റെ ശിഷ്യന്മാർ പുറപ്പെട്ട് സകല ജാതികൾക്കും ഉപദേശിച്ചവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബപ്തിസ്മപ്പെടുത്തണമെന്ന് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. നിന്റെ ജനങ്ങളുടെ അപേക്ഷകൾ ചെവിക്കൊണ്ട് പാപത്തെ ജ്ഞാനാർത്ഥമായി കളയുന്നതിന് ഈ വെള്ളം ശുദ്ധീകരിച്ച് ഇപ്പോൾ ഇതിൽ ബപ്തിസ്മപ്പെടുവാനുള്ള ഈ പൈതൽ നിന്റെ കൃപയുടെ പൂർണ്ണത ലഭിച്ച് വിശ്വാസമുള്ളവരുടെ മക്കളുടെ എണ്ണത്തിനും എന്നേക്കും ഇരിപ്പാനായിട്ട് കൃപ ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരുടെ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിന്നോടുകൂടെ സകല ബഹുമാനവും മഹത്വവും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ പൈതലിനെ പേരിടുകയും എഫ്രൈം, ജേജു, അനു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ വ്യത്യസ്തപ്പെടുത്തുന്നു. ആമേൻ. ഈ പൈതലിനെ നാം ആട്ടിൻകൂട്ടമായ സഭയിലേക്ക് കൈക്കൊണ്ട് ഇനിമേൽ ഇവൻ ക്രൂശിക്കപ്പെട്ട മശിഹായുടെ വിശ്വാസത്തിൽ ഫലമായും അവന്റെ കൊടിക്കീഴിൽ നിന്ന് പാപത്തോടും ലോകത്തോടും പിശാചിനോടും ധൈര്യത്തോടെ യുദ്ധം ചെയ്യുവാനും ഇവന്റെ പ്രാണാവസാനം വരെ മശിഹായുടെ വിശ്വസ്ത പടയാളിയും ദാസനുമായിരിക്കാനും നാളികേറുന്നുള്ള ലക്ഷ്യമായി ഞാൻ ഇവനിൽ കുരിശിന്റെ അടയാളം വരയ്ക്കുന്നു. ആമേൻ. ആമേൻ. എല്ലാവർക്കും അംഗവാടി സമിതി ഈ പൈതൽ വീണ്ടും ജനിച്ച് മിശിഹായുടെ സഭയാകുന്ന കുടുംബത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഉപകാരങ്ങൾക്കായി നാം സംശുദ്ധനായ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ പൈതൽ ഈ ആരാധനകാരനെ അവരുടെ ശിഷ്ടാശനെ കഴിക്കുവാൻ
മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകപ്രത്യാശിക്കായി ഞങ്ങളെ വിളിച്ച കർത്താവേ, അവരുടെ വിശ്വാസാൽ ജീവിക്കുന്ന ഞങ്ങളെ യേശുക്രിസ്തുവിൽ വിശുദ്ധ സ്നാനത്താൽ പുതുജീവൻ പങ്കാളികളും ദൈവരാജ്യത്തിൽ അവകാശികളായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുവിലുള്ള പുതുജീവന്റെ പങ്കാളികളായി ജീവിച്ച് ലോകത്തിന്റെ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പിതാവിനോടുകൂടെ ഏകദൈവമായ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തുവിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വാസപ്രമാണവും കർത്താവിന്റെ പ്രാർത്ഥനയും 10 കൽപ്പനകളും ക്രിസ്ത്യാനിയുടെ രാമാവിന്റെ സത്യത്തിനായി അറിഞ്ഞ് വിശ്വസിക്കുന്ന മറ്റ് സകല കാര്യങ്ങളും ഇവനെ പഠിപ്പിക്കണം. ഇവൻ ദൈവഭക്തി ചെയ്തുകൊള്ളാനായിരിക്കുവാൻ സുഹൃത്തുക്കളോടെ പ്രവർത്തകരെന്നും നിങ്ങൾ കരുതുകൊള്ളണം. ഇവൻ വിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ട് ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള വിശുദ്ധ സത്യത്തിലേക്കുവാൻ തക്കതായ ഒരുക്കത്തോടുകൂടെ വരുവാനും സഭയുടെ കൂട്ടായ്മയിൽ ദൈവത്തെ വിശ്വസത്തോടെ സേവിക്കുവാൻ തക്കോളം ഇവരെ സ്ഥിരീകരിക്കാനായിട്ട് എപ്പിസ്കോപ്പിയുടെ അടുത്ത് കൊണ്ടുവരുവാനും നിങ്ങൾ കരുതിയിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുവാനും ചെയ്യുവാനും നിങ്ങൾ ഇവരെ സഹായിക്കുമോ? വ്യക്തിസ്വപ്പെട്ടവരായി നാം നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ദൃഷ്ടാന്തം പിന്തുടരുവാനും അവനെ പോലെ ആയിത്തീരുവാനും അവൻ നമുക്ക് വേണ്ടി മരിച്ച് വീണ്ടും ഉയർത്തപ്പെടാനും നാം പാപത്തിന് മരിക്കുവാനും നീതിക്ക് വീണ്ടും ഉയർത്തുവാനും നമ്മുടെ വല്ലാത്ത ദുരാഗ്രഹങ്ങളെ ഇടപെടാതെ മരിപ്പിക്കുവാനും സകല സുഹൃതവും ദൈവഭക്തിയുടെ നടപ്പിൽ നാളോളം വർദ്ധിക്കുവാനുള്ള പ്രതിജ്ഞയെ നമുക്ക് കാണിക്കുന്നുവെന്ന് നാം എപ്പോഴും ഓർക്കുക. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ നിന്റെ വാഗ്ദത്തം ആശ്രയത്തിൽ ഒരു സാധാരണ ഭവനത്തിലെ ജീവിതത്തിൽ രോഗിക്കാരനായല്ലോ. ഈ പൈതലിനോട് ഒരുപാട് ഭവനത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. നിന്നെ കുറിച്ച് ഇവിടാത്ത ഭയത്തിലും സ്നേഹത്തിലും വളർന്നു പറയുന്നത് ഇവനെ പരിപാലിക്കുന്ന എല്ലാവർക്കും ജ്ഞാനവും വിവേകവും നൽകണമെന്ന് നിന്റെ പുത്രന്റെ രക്ഷിതാവായ യേശു ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമേ, ഞങ്ങളുടെ സ്നാനത്താൽ നിന്റെ രാജ്യത്തിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവല്ലോ. ജീവിതത്തിലെ ഏതവസ്ഥയിലും നിന്റെ സ്നേഹത്തിന്റെ വിശ്വസ്ത സാക്ഷികളായി ജീവിക്കുവാനുള്ള ധൈര്യവും ആത്മീയ ചൈതന്യവും സ്നാനത്തിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ പൈതലും നൽകണമെന്ന് ഞങ്ങളുടെ രക്ഷിതാവായ യേശുമിശിഹായ ഞങ്ങൾ അങ്ങയോടെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന പ്രാർത്ഥിക്കാം.
നിങ്ങളോട് കൃപയുള്ളവരാകട്ടെ. കർത്താവ് ദീർഘപ്രസാദം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹവും നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഈ വ്യവകയുടെ മുന്നിലായി കുഞ്ഞിൻ്റെ വലിയ ദിവസങ്ങളുടെ തീരുമാനം നന്ദി ഈ കുടുംബത്തിന് വേണ്ടി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ കെ മാത്യുസിയാണ് മുൻകാര്യമാണ്. കുറച്ചുകൊണ്ട് കൃത്യമായിട്ട് നന്ദി കുടുംബത്തിന് വേണ്ടി അറിയിക്കുന്നു. ഇവിടെ വന്നിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ സഭാനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഭയിലെ ശുശ്രൂഷകരോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. Second chance, you would take my breath and I can't get it back. Might be time for me to face the facts. The best me is with you, but I know I got a lot to prove. They think we're too damaged to fix, but we're just working through a little rust. They like to say we're just young, but I know we won't give this up. Sometimes I lose my mind, and some days it's hard to find the reason why you stay by my side. You and I. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവ് കുടുംബത്തിന് ദാനമായി നൽകിയ പൈതലിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുസഭയുടെ അംഗമാക്കി തീർക്കുവാനും കർത്താവിൻ്റെ ശരീര അവയവത്താക്കി തീർക്കുവാനും തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ശുശ്രൂഷയിലൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. പൈതലിനെയും മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. വളരുവാനുള്ള ഭവനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇരുവരുടെയും മാതാപിതാക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. കൂടി വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയും സഭാംഗങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും തിരുകൃപയിൽ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കായി സ്തോത്രം. അവയെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഭക്ഷിച്ച് പാനിച്ച് അവിടുത്തെ മഹത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ യേശു മൂലം സഹായിക്കണമേ. പ്രത്യേകിച്ച് മറ്റന്നാൾ കുഞ്ഞ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞൊരു വർഷക്കാലം അവനോട് കൂടെ ഇരുന്ന് ആവശ്യമായ വളർച്ച നൽകിയല്ലോ. നല്ല വളർച്ച നൽകി അവിടുന്ന് കാത്തുകൊള്ളണമേ. ബാലാഴ്ച വിടുവിക്കണമേ. ദീർഘായുസ് കൊടുക്കണം. എല്ലാ നന്മ കൊണ്ടും നിറയ്ക്കണം. യേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. Happy birthday to you. Happy birthday dear friend. Happy birthday to you. Happy birthday to you. Happy birthday.
birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. It's your birthday wherever you are. Take a minute and shine like a star. You can do whatever you wanna do. It's 24 hours, they're all about you. It's a special day, Get up on the dance floor. time to make a wish. Get everything you ask for. We gon' celebrate right here, right now with you. We got to party all night and leave the world behind. It's your time right now. It's your birthday. It's your birthday. Happy birthday to you. Clap your hands if it's your birthday. Do your dance if it's your birthday. Let's throw confetti in the sky and let your song play. I'm singing happy birthday to you. It's your birthday wherever you are. Take a picture 'cause today you're a star. You can do whatever you wanna do. This 24 hours are all about you. It's a special day, Get up on the dance floor. time to make a wish. Get everything you ask for. We gon' celebrate right here, right now with you. We got to party all night and leave the world behind. It's your time right now. It's your birthday. It's your birthday. Happy birthday to you. Clap your hands if it's your birthday. Do your dance if it's your birthday. Let's throw confetti in the sky and let your song play. I'm singing happy birthday to you. Hey now, it's your birthday. We're going all out. Let's get crazy. I'm saying hey now, it's your birthday. It's your birthday. We about to party all night. It's your time right now. It's your birthday. It's your birthday. Happy birthday to you. Clap your hands if it's your birthday. It's your birthday. Do your dance if it's your birthday. Let's throw confetti in the sky and let your song play. I'm singing happy birthday to you. I'm singing happy birthday to you. It's a different kind of feeling I never had before. Each day my love for you grows more and more. I carried you inside me, yet I still didn't know the joy I'd feel when you were born and how you'd complete me so. I thought that I had lived before you came along. I thought that I knew happiness, but I was wrong. 'Cause you are the joy of my life, the sun in my sky, the reason why. You are my whole entire world.
just to see you smile. There's nothing I wouldn't do. From the first time that I saw your face, I'd move the earth for you. The sweetest of all pleasures is to hold you in my hands, to protect you from this crazy world. I'll do everything I